പണ്ട് കാലത്ത് പഴയപള്ളി ഇടവക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എടാടും എലപ്പള്ളി ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ മരിക്കുന്ന ആൾക്കാർ മലമ്പണിയും കോളറയെ പിടിച്ച് മരിക്കുന്ന ആൾക്കാരെ തലച്ചുമടായിട്ട് ഈ റോഡിൽ കൂടിയാണ് കൊണ്ടുപോയി അവിടെ സംസ്കാരം നടത്തിയിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മണപ്പാടി എന്ന് പറയുന്ന സ്ഥലം. KSEBയുടെ പണികളിവിടെ ജോലികൾ തുടങ്ങിയപ്പോൾ ആദ്യം അവർ അതിലേക്കുള്ള റോഡായിട്ട് പരിഗണിച്ചത് ഈ കാഞ്ഞാർ മണപ്പാടി റോഡിനെ ആയിരുന്നു. ഒരു കാലത്ത് മൂന്നുംകോയിൽ ഗ്രാമത്തിന് പ്രസക്തി നൽകിയ വിവിക്കയുടെ ഔട്ട്ലെറ്റ് പ്രവർത്തിച്ചിരുന്നത് ഇവിടെയായിരുന്നു കേട്ടോ. 2017 മുതൽ 2021 വരെ ഏകദേശം ഒരു 4 വർഷത്തോളം പ്രവർത്തിച്ചത് ഈ മൂന്നുംകോയിൽ ഭാഗത്തായിരുന്നു. അന്ന് ഇവിടെ നല്ല ആളും അനക്കമൊക്കെ ആയിരുന്നു. ഹായ്, ടിജോയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആളും അനക്കവും കുറഞ്ഞ മൂലവട്ടത്തെ സിറ്റികളെ കുറിച്ച്. അന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്ന 2 സ്ഥലങ്ങളാണ് മൂന്നുംകോയിലും മണപ്പാടിയും. അപ്പോൾ ആ 2 സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ എന്ത് വീഡിയോ ചെയ്യുന്നത്. വില്ലേജ് ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ മണപ്പാടിയിൽ എത്തിയിരിക്കുകയാണ്. മണപ്പാടി സ്പോർട്സ് ആൻഡ് ക്ലബ്ബൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ പണ്ട് ഒരുപാട് കടകൾ പ്രവർത്തിച്ചിരുന്ന ചായക്കടയും അതുപോലെ ബേക്കറി, കൂൾ ബാർ, പലചരക്കടയൊക്കെ പ്രവർത്തിച്ചിരുന്ന ഇപ്പം നാമമാത്രമായ കടകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഇത് മണപ്പാടിയിലെ പാലത്തിന്റെ ഒരു ബോർഡാണ്. ഇപ്പോൾ പാല അപകടത്തിൽ ഭാരവാഹനങ്ങൾക്ക് ഇറക്കിയ ശേഷം കടന്നു പോകാറുണ്ട്. ഈ കാണുന്നതാണ് മണപ്പാടിയിലെ പാലം. തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു കടയൊക്കെ കാണാം. തൊട്ട് മേളിലാണ് ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസ്. ഈ കാണുന്നതാണ് നമ്മുടെ വലിയാർ കേട്ടോ. നമ്മുടെ എലപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം ഒഴുകി വരുന്നത് ഈ വലിയാറിലോട്ടാണ്. അനൂർമലയിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്ന ആ വെള്ളം ഈ കാണുന്ന വഴിയോളം ഈ ചപ്പാത്തിന്റെ അടിയിൽ കൂടെയാണ് നമ്മുടെ ഈ വലിയാറിലേക്ക് ചെല്ലുന്നത് കേട്ടോ. ഈ ആറ് നമ്മുടെ ത്രിവേണി സംഗമത്തിൽ എന്നിട്ട് തൊടുപുഴ ആറുമായിട്ട് സംഗമിക്കുകയാണ് ചെയ്യുന്നത്. മണപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് കാണുന്ന വഴി നമ്മുടെ കണ്ണിക്കിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ നമുക്കൊരു കുരിശൊക്കെ കാണാം. എൻ്റെ പേര് സാംസൺ എന്നാണ്. ഞാൻ മണപ്പാടി തന്നെ താമസിക്കുന്ന ആളാണ്. മണപ്പാടിയെ സംബന്ധിച്ച് ഒരു മനോഹരമായ പ്രദേശമാണ്. ആറും പുഴയും പിന്നെ സൈലൻ്റായ പ്രദേശമാണ്. ടൗണിൽ നിന്ന് ഇത്ര വിട്ടു നിൽക്കുന്നതുകൊണ്ടും ആൾക്കാർ ഇഷ്ടംപോലെ താമസക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. പഴയ പണ്ടത്തെക്കാരും വളരെ സഞ്ചാരയോഗ്യമായ വഴികളും റോഡുകൾ നന്നായി കഴിഞ്ഞപ്പോഴേക്കും വണ്ടി വാഹനങ്ങളൊക്കെ ഇഷ്ടംപോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മണപ്പാടിയിലെ കാഴ്ചകൾ. ഇവിടെ നമുക്ക് ഒരു കടയൊക്കെ കാണാം. അപ്പുറത്തെ ഒരു അടച്ചു പോയ ഒരു വീടുണ്ട്. അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും അവിടെ ഒരു ഷാപ്പുണ്ട്, 1-2 കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന റോഡ് നമുക്ക് കുത്തേട് പോകുന്ന റോഡാണ്. കുത്തേട് വഴി നമുക്ക് വാഗമണ്ണൊക്കെ പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ മണപ്പാടി എന്ന് പറയുന്ന സ്ഥലം. ഇത് നമ്മുടെ മണപ്പാടിയിൽ പ്രവർത്തിക്കുന്ന ഒരു കുടിവെള്ള ഫാക്ടറിയാണ്. കുടിവെള്ള ഫാക്ടറി ബ്രൂവിൻ എന്നാണ് അതിൻ്റെ പേര്. ഈ മണപ്പാടി മൂന്നുംകൽ റൂട്ടിലെ ഈ പുഴയുടെ സമീപത്ത് കുറേയധികം വീടുകളുണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ വീടുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് മണപ്പാടിക്കും മൂന്നുംകല്ലും ഇടയ്ക്കുള്ള ഒരു ജംഗ്ഷനാണ്. ഈ കാണുന്ന വഴി താഴെ മയിലാടുംപാറ കോളനിലോട്ട് പോകുന്ന വഴിയാണ്. അതുപോലെ ഈ കാണുന്ന വഴി നമുക്ക് ഇവിടുത്തെ ത്രിവേണി സംഗമത്തിലെ തൂക്കുപാലം ഉണ്ടല്ലോ, അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഈ കാണുന്ന വഴിയിലൂടെയാണ് മൂന്നുംകല്ലിലേക്ക് പോകുന്നത് കേട്ടോ. ഇവിടെ തൊട്ടടുത്തായിട്ട് സ്നേഹവില്ല എന്ന് പറഞ്ഞൊരു ഓൾഡ് ഹോം ഉണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഗീതാ വില്ലേജ് ഉണ്ട്. നമ്മുടെ ഈ മലയുടെ അടിവാരത്ത് മൂന്നുംകോയിലിലെ സ്നേഹവില്ല എന്ന് പറഞ്ഞൊരു ഓൾഡ് ഹോമാണ് ഈ കാണുന്നത്. ഇത് മൂന്നുംകോയിലെ മറ്റൊരു സ്ഥാപനമാണ് ഗീതാ വില്ലേജ്. വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ നമ്മൾ മൂന്നുംകോയില് ടൗണിൽ എത്തിയിരിക്കുക കേട്ടോ. ടൗണിൽ നിന്നും നമുക്ക് പറയാൻ പറ്റിയില്ല. പണ്ട് ടൗൺ ആയിരുന്നു. പഴയ ഒരു കടയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ കടയൊന്നും പറയാൻ പറ്റിയില്ല. ഒരു തട്ടി ഉള്ളൊരു പ്രവർത്തിക്കുന്നൊന്നുമില്ല. ഇങ്ങോട്ട് പലതരം കടകളുണ്ടായിരുന്നു. പലചരക്കടയും ഹോട്ടലും റേഷൻ കടയും ഇത്രയും ഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നായിരുന്നു. പണ്ട് കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത് കിണറാണ്. ഇപ്പോഴത്തെ നമുക്ക് അതിന്റെ അവസ്ഥ നോക്കാം. വെള്ളമൊക്കെ നന്നായിട്ടുണ്ട്. ക്ലീൻ ചെയ്തിരുവാണെങ്കിൽ ഇനിയും ഉപയോഗിക്കാം. ഒരു കാലത്ത് മൂന്നുംകോയിൽ ഗ്രാമത്തിന് പ്രസക്തി നൽകിയ വിവിക്കയുടെ ഔട്ട്ലെറ്റ് പ്രവർത്തിച്ചിരുന്നത് ഇവിടെയായിരുന്നു കേട്ടോ. 2017 മുതൽ 2021 വരെ ഏകദേശം ഒരു 4 വർഷത്തോളം പ്രവർത്തിച്ചത് ഈ മൂന്നുംകോയിൽ ഭാഗത്തായിരുന്നു. അന്ന് ഇവിടെ നല്ല ആളും അനക്കമൊക്കെ ആയിരുന്നു. പത്രങ്ങളിൽ വാർത്ത വരെ അല്ലെങ്കിൽ TV-യിൽ വാർത്ത വരെ വന്നിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച്. ഈ പ്രദേശത്തൊക്കെ ധാരാളം റബ്ബർ തോട്ടങ്ങൾ കാണാതെ, അതുകൊണ്ടാണ് ഈ പ്രദേശം ഇങ്ങനെ ഇരുണ്ട മൂടിക്കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഒരു കാർഷിക ഗ്രാമമാണ് കേട്ടോ. ചോദിച്ചേട്ടൻ്റെ ഓർമ്മയിൽ പഴയ മൂന്നുംകോയിൽ എങ്ങനെയായിരുന്നു? മൂന്നുംകവയൽ എന്ന് പറയുന്നത് തന്നെ വയൽ ആയിരുന്നു ആ പ്രദേശം മുഴുവനും. എലപ്പള്ളിക്കും കാഞ്ഞാറിനും അറക്കുളത്തിനും പോകാനുള്ള സംഗമ സ്ഥലമായതുകൊണ്ടാണ് വയൽ ചേർത്ത് മൂന്നുംകവയൽ എന്ന പേരുണ്ടായത്. അക്കാലത്ത് ധാരാളം കടകളും മറ്റു സ്ഥാപനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആളുകൾക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കും സാധനങ്ങൾ വാങ്ങിക്കാനും ആശ്രയിക്കാവുന്ന ഒരു സ്ഥലം ഇതായിരുന്നു. കണ്ണിക്കൽ, പുത്തേട്, കൂവപ്പള്ളി, മണപ്പാടി തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തി പോയിരുന്നു. അതിനുശേഷം പലരും പല വഴിക്ക് പോവുകയും ജനസാന്ദ്രത കുറയുകയും ചെയ്തതോടുകൂടി
മൂന്നംഗവയൽ എന്ന ആ ചെറിയ പട്ടണം തീരെ അപ്രസക്തമായി തീർന്നു. ഇന്ന് കേവലം ഒരു കടയും ഒരു റേഷൻ കടയും മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. വയൽ മുഴുവൻ റബ്ബർ തോട്ടങ്ങളായും വീടുകളായും മാറി. അറക്കുളത്തെ കുടിയേറ്റത്തിൻ്റെ ആദ്യകാലത്ത് അറക്കുളം അമ്പലത്തിൻ്റെ ആ ഭാഗത്തും പുത്തൻപള്ളി, ഇന്നത്തെ പുത്തൻപള്ളിയുടെ ഭാഗത്തുമാണ് ആളുകൾ കുടിയേറി. പിന്നീട് വന്നവരാണ് ആറിൻ്റെ പടിഞ്ഞാറേക്കരയിലുള്ള മൂന്നംഗവയൽ പ്രദേശത്തേക്ക് കുടിയേറിയത്. അന്ന് കാഞ്ഞാറിൽ നിന്നും എലപ്പള്ളിയിലെ ഒരു തേയില എസ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അവിടേക്ക് പോകാനുള്ള ഒരു വഴിയായിരുന്നു കാഞ്ഞാർ മണപ്പാടി റോഡ്. അല്ലെങ്കിൽ അത് മണപ്പാടി നിന്ന് എലപ്പള്ളി വരെ കഷ്ടി ജീപ്പുകൾ പോകുമായിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മുടെ റോഡ് കെട്ടാറിയുകയും ഇന്നത്തെ രീതിയിൽ നല്ല റോഡുകളായി തീരുകയൊക്കെ ചെയ്തു. ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ള സഞ്ചാര സൗകര്യമൊക്കെ മൂന്നംഗവയലിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ട്. ഈ റോഡിൽ നമ്മുടെ ആദ്യത്തെ റോഡ് മൂലമറ്റത്തെ ആദ്യത്തെ റോഡ് എന്ന് വേണമെങ്കിൽ കാഞ്ഞാർ മണപ്പാടി റോഡിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ആളുകൾ കൂടുതലായിട്ടും എലപ്പള്ളി എസ്റ്റേറ്റിൽ, ചെളിക്കൽ എസ്റ്റേറ്റാണ്, എലപ്പള്ളി അല്ല, ചെളിക്കൽ എസ്റ്റേറ്റിൽ 100 കണക്കിന് തൊഴിലാളികൾ സിനിമ കാണാനൊക്കെ ആയിട്ട് കാഞ്ഞാറിൽ അന്ന് തിയേറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അവിടേക്ക് ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും പോകുമായിരുന്നു അവർ. അങ്ങനെ അതുപോലെ തേയില ഉണ്ടാക്കിയ തേയിലപ്പെട്ടികൾ എലപ്പള്ളിയിൽ നിന്ന് ചുവന്ന് കാഞ്ഞാറിലെത്തിച്ചായിരുന്നു ലോറിയിൽ കയറ്റിക്കൊണ്ട് പോയിരുന്നത്. ശരിക്കും തൊടുപുഴ മുരണ്ടോണ്ട് റോഡായി മാറേണ്ടത് റോഡല്ലായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ മാറിപ്പോയതിനെ കുറിച്ച് വല്ലതും അറിയോ? അത് KSEBയുടെ പണികളിവിടെ ജോലികൾ തുടങ്ങിയപ്പോൾ ആദ്യം അവർ അതിലേക്കുള്ള റോഡായിട്ട് പരിഗണിച്ചത് ഈ കാഞ്ഞാർ മണപ്പാടി റോഡിനെ ആയിരുന്നു. മണപ്പാടിയിൽ നിന്ന് നേരെ തേക്കുംകോപ്പ് വഴി ഇന്നത്തെ KSEB കോളനിയിലേക്ക് പോകാനായിരുന്നു റോഡ് ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് എന്തുകൊണ്ടോ ആ റോഡ് ആ പദ്ധതി ഉപേക്ഷിക്കുകയും അറക്കുളത്തു നിന്നും മൂലമറ്റത്തേക്കുള്ള റോഡ് പ്രാവർത്തികമാക്കുകയും ചെയ്യും. അങ്ങനെയല്ലേ കാഞ്ഞാറിൽ പാലം വന്നല്ലേ? അങ്ങനെ അതുകൊണ്ട് കാഞ്ഞാറിൽ ഒരു പാലം ഉണ്ടായി. അതുകൊണ്ട് കാഞ്ഞാർ ചെറിയ പട്ടണമായി, മൂലമറ്റം വലിയ പട്ടണം. ഇടയ്ക്ക് അശോകവലയിൽ എന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞ് ഇടുക്കിക്ക് പോകുന്ന റോഡ് വന്നപ്പോൾ അശോകവലയും ഒരു പട്ടണമായി മാറി. ഇത് നമ്മുടെ മൂന്നുകോയിലിലെ ഒരു കട്ടക്കയൻ ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്. നിങ്ങൾ ഇവിടെ ഒരു റേഷൻ കട പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാണുന്ന വഴി നമ്മുടെ അറക്കുളത്തു നിന്ന് വന്ന് പാലത്തിൽ കൂടെ കയറി പോകുന്ന വഴിയാണ്. അടുത്തൊരു കളിസ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ ആൽഫ അറക്കുളം എന്ന് പറഞ്ഞൊരു വടംവലി ടീം ഉണ്ടായിരുന്നു. വടംവലിയും പ്രാക്ടീസും മത്സരമൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇവിടെയായിരുന്നു. നല്ല മനോഹരമായൊരു ഗ്രൗണ്ടാണിത്. ഇതിലൂടെ വെള്ളമൊക്കെ ഒഴുകി പോകുന്നതിൻ്റെ കാഴ്ച നല്ല സുന്ദരമായ കാഴ്ചയാണ്. അവിടെ നിന്ന് പശുവൊക്കെ പുല്ലൊക്കെ തിരുന്നു. അപ്പോൾ നമ്മൾ മൂന്നുങ്കൽ വന്നപ്പോഴേക്കും നമുക്കിവിടെ കുറേ അധികം വീടുകൾ കാണാവേ. 2021 ഒരു പ്രളയത്തിൽ നമ്മുടെ ഈ മൂന്നുങ്കോല് പാലം നശിച്ചു പോയായിരുന്നേ. അതിനുശേഷം പുനർനിർമ്മിച്ചതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിൽ മൂന്നുങ്കോല് പാലം. താഴെക്കൂടെ നമ്മുടെ തൊടുപുഴയാറ് നല്ല അടിപൊളിയായിട്ട് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നു. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു കിടിലൻ തൂക്കുപാലമാണിത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ പുഴയുടെ സൗന്ദര്യം നമുക്ക് ആവോളം ആസ്വദിക്കാം. നമ്മുടെ അറക്കുളം 12-ാം മൈലിൽ നിന്നും അശോകവലയിൽ നിന്നൊക്കെ വരുന്ന ഒരു റോഡാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്ന റോഡ് ഇതിലൂടെ വന്നിട്ട് നമുക്ക് ഈ കാണുന്ന പാലത്തോടെ കയറി നമുക്ക് മൂന്നുകോയിൽ വഴി മണപ്പാടിക്കോ പൂവപ്പള്ളിക്കൊക്കെ പോകാം. പഴയപള്ളി ഇടവക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എടാടും എലപ്പള്ളി ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ, മരിക്കുന്ന ആൾക്കാർ, മലമ്പണിയും കോളറയെ പിടിച്ച് മരിക്കുന്ന ആൾക്കാരെ തലച്ചുമടായിട്ട് ഈ റോഡിൽ കൂടിയാണ് കൊണ്ടുപോയി അവിടെ സംസ്കാരം നടത്തിയിരുന്നത്. അപ്പോൾ നമ്മൾ മൂന്നുങ്കൽ ടൗണിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ കാണുന്ന നേരെ കാണുന്ന റോഡ് നമ്മുടെ കാഞ്ഞാറിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഗ്യാസ് ഏജൻസി നമുക്ക് കാണാതെ. ഈ വഴിക്ക് നേരെ എന്നാൽ നമുക്ക് കൂപ്പള്ളി ചെല്ലാൻ സാധിക്കും. ആ സ്ഥലത്ത് എത്തിച്ചേരുന്ന സ്ഥലത്തിൻ്റെ പേര് പുരയിടം കവല എന്നാണ്. അവിടെ നിന്നാണ് നമ്മൾ കൂപ്പള്ളിയിലേക്ക് പോകുന്നത്. അവിടെ നമുക്ക് ഇലവിഴ പൂഞ്ചിറയും അതുപോലെ അവിടെ നിന്ന് ഇല്ലിക്കലൊക്കെ പോകാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മൂന്നുകോലിനെ കുറിച്ചും മണപ്പാടിയെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത് മനോഹരമായ വീഡിയോ വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.